പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുന്ന കലിപ്പിലായിരുന്നു എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് നടേശൻ. കാരണം ഒന്നു മാത്രം, അത് സംസ്ഥാനത്തുണ്ടായ കനത്ത പോളിംഗ് ആണ്. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞത്. പിന്നാലെ കോൺഗ്രസിലെ പല നേതാക്കളും മുഖ്യമന്ത്രി പദവിക്ക് യോഗ്യനാണെന്ന് പറഞ്ഞെടുത്താണ് സതീശനെ പിന്തുണച്ച് സംസാരിച്ചത്. വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യതയില്ലെന്ന് ഇതിനു മുൻപ് പലകുറി ആവർത്തിച്ച വെള്ളാപ്പള്ളി തരംഗം വലത്തോട്ടാണെന്ന് ബോധ്യമായിടത്താണ് സതീശന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞത്. MLA എന്ന നിലയിൽ പാസ്സായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും യോഗ്യരല്ലേ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ന്യായം. ആരെങ്കിലും അയോഗ്യരാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? കോൺഗ്രസിൽ 3-4 പേർ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകാം. അത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റു പലർക്കും കാണുമെന്നും അത് സ്വാഭാവികമാണെന്നും നടേശൻ പറയുന്നുണ്ട്. നേരത്തെ വെള്ളാപ്പള്ളിയുടെ ക്രൂരമായ പരിഹാസങ്ങൾക്ക് വി.ഡി. സതീശൻ വിധേയനായിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപനം വി.ഡി. സതീശൻ നടത്തിയത്. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും സതീശനെതിരെ അവഹേളന നീക്കങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിയത്. പോങ്ങൻ എന്ന പദപ്രയോഗം വരെ പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി അടിച്ചുവിടുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഏറ്റുമുട്ടലിന്റെ സതീശൻ വേർഷനാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടന്നത്. മറ്റു നേതാക്കന്മാരെ പരിഹസിക്കുന്നതിൽ നിന്നും മാറി ശക്തമായ വിമർശനങ്ങളാണ് സതീശന് നേരെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. ഇത്രമാത്രം വിരോധം വെള്ളാപ്പള്ളി നടേശന് സതീശനോട് തോന്നാൻ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. ഇവിടെ ഓർക്കേണ്ട കാര്യം, സതീശനെ അതിരുവിട്ട് പരിഹസിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളം മുഴുവൻ കറങ്ങി നടന്ന വ്യക്തിഹത്യ ചെയ്യുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ വന്നു എന്ന് നോക്കാം. വിരലിൽ എണ്ണാവുന്ന നേതാക്കന്മാർ മാത്രമാണ് സതീശനെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ സതീശൻ വധം കണ്ട് ആസ്വദിക്കുകയാണോ എന്ന സംശയമാണ് അന്ന് അണികളിൽ നിന്നുണ്ടായിരുന്നത്. അവിടെ സതീശൻ ഒറ്റപ്പെടുമ്പോൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി രംഗത്ത് വരണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ചില നേതാക്കന്മാർ പേരിന് മാത്രം എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിൽ നിന്ന് തലയൂരിയപ്പോൾ ചിലർ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ല. ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന പേടിയാണ് നേതാക്കന്മാരുടെ ഈ മൗനത്തിന് പിന്നിലെന്ന് അന്ന് സംശയമുയർന്നിരുന്നു. കോൺഗ്രസിൽ സൂപ്പർ പവറായി വിലസുന്ന വി.ഡി. സതീശന് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ഈഴവ സമുദായത്തെ സതീശൻ അപമാനിച്ചു. കോൺഗ്രസിൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിച്ചില്ല. ഇങ്ങനെ പോകുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾ. സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായ കെ സുധാകരനെ വി.ഡി. സതീശൻ ഒതുക്കിയെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനം ഉറപ്പിക്കാനാണ് സതീശന്റെ നീക്കങ്ങളെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി സതീശൻ തന്നെ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ട എന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ മണ്ഡലത്തിൽ 52% വോട്ടർമാരും ഈഴവ വിഭാഗക്കാരാണെന്നായിരുന്നു സതീശന്റെ മറുപടി. തന്നെ കുറിച്ചറിയാൻ മണ്ഡലത്തിൽ തിരക്കിയാൽ മതിയെന്നും ചില നേരങ്ങളിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞിരുന്നു. സതീശനും വെള്ളാപ്പള്ളിയും തമ്മിലടിക്കുമ്പോൾ തങ്ങൾക്ക് എന്ത് കാര്യം എന്ന നിലപാടാണ് ചില നേതാക്കന്മാരിൽ നിന്നുണ്ടായിരുന്നത്. സതീശൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സാഹചര്യത്തിൽ സതീശനെതിരെ മറ്റൊരാൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ നോക്കി നിന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞ വെള്ളാപ്പള്ളിയെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്.